നമസ്കാരം. ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ചർമ്മത്തെ ശുദ്ധീകരിക്കാനും ഈർപ്പം നൽകാനും പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കുന്ന നീരാവി ഉപയോഗിച്ചുള്ള ഒരു ചികിത്സയാണ് വേപ്പർസോൺ. ഉന്മേഷദായകമായ അനുഭവം നൽകുന്ന ഈ ചികിത്സ ചർമ്മത്തെ ആഴത്തിൽ ശുദ്ധീകരിച്ച് ഈർപ്പം നൽകി ചർമ്മത്തിന് കൂടുതൽ വിശ്രാന്തി നൽകുന്നു. ലക്ഷ്യങ്ങൾ: ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. എന്താണ് വേപ്പർസോൺ എന്നും അതിന്റെ പ്രവർത്തനം എപ്രകാരമാണെന്നും വിശദീകരിക്കാൻ സാധിക്കും. വേപ്പർസോൺ ഉപയോഗിച്ചുള്ള ഫേഷ്യലിന്റെ പ്രയോജനങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും. വേപ്പർസോൺ ഉപയോഗിച്ചുള്ള ഫേഷ്യലിന്റെ പ്രക്രിയ വിശദീകരിക്കാൻ സാധിക്കും. വേപ്പർസോണും അതിന്റെ പ്രയോജനങ്ങളും. ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറന്ന് അഴുക്കുകൾ നീക്കം ചെയ്ത് തുടർ പരിചരണങ്ങൾക്കായി ചർമ്മത്തെ ഒരുക്കാൻ വേണ്ടി ഇളം ചൂടുള്ള രൂക്ഷമല്ലാത്ത നീരാവി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് വേപ്പർസോൺ. സൗന്ദര്യ സംരക്ഷണ വ്യവസായത്തിൽ വേപ്പർസോണിന് ഇത്രയും പ്രാധാന്യമുണ്ടാകാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. നന്നായി വൃത്തിയാക്കുന്നു. വേപ്പർസോൺ ഉൽപ്പാദിപ്പിക്കുന്ന നീരാവി ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറന്ന് സെബം മയപ്പെടുത്തി അവിടെയുള്ള അഴുക്ക്, എണ്ണമയം, മൃതമായ ചർമ്മകോശങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്ത് ചർമ്മം വൃത്തിയും ആരോഗ്യവുമുള്ളതാക്കി മാറ്റുന്നു. ജലാംശവും ഈർപ്പവും സംരക്ഷിക്കുന്നു. വേപ്പർസോണിൽ നിന്ന് വരുന്ന ഇളം ചൂടുള്ള നീരാവി ചർമ്മത്തിന് ജലാംശവും ഈർപ്പവും നൽകുന്നു. വരണ്ട് ജലാംശം കുറവുള്ള ചർമ്മമുള്ളവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. ചർമ്മസുഷിരങ്ങൾ തുറക്കാൻ സഹായിക്കുന്നു. നീരാവി ചർമ്മം മൃദുവാക്കി ചർമ്മസുഷിരങ്ങൾ തുറക്കുന്നതിനാൽ അവയിലെ ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് എന്നിവയും മറ്റ് അഴുക്കുകളും നീക്കം ചെയ്യാൻ സഹായകമാകുന്നു. വിശ്രാന്തി: വേപ്പർസോണിൽ നിന്ന് വരുന്ന നീരാവി വിശ്രാന്തിയും സുഖവും നൽകുന്നു. ഇത് ക്ലയന്റിന്റെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ഒരു സ്പായിൽ പോയ പ്രതീതി നൽകുകയും ചെയ്യുന്നു. രക്തചംക്രമണവും ഓക്സിജനേഷനും. ഇളം ചൂടുള്ള നീരാവി രക്തചംക്രമണത്തെ ഉത്തേജിപ്പിക്കുകയും ചർമ്മത്തിലേക്കുള്ള ഓക്സിജന്റെയും മറ്റു പോഷകങ്ങളുടെയും വിതരണം വർദ്ധിപ്പിച്ച് ചർമ്മത്തിന് ആരോഗ്യകരമായ നിറം നൽകുകയും ചെയ്യുന്നു. ചർമ്മസംരക്ഷണ ലേപനങ്ങൾ നന്നായി ആഗിരണം ചെയ്യുന്നു. സെറം, മാസ്കുകൾ തുടങ്ങിയ ചർമ്മസംരക്ഷണ മാർഗങ്ങൾ പ്രയോഗിക്കുന്നതിലേക്ക് വേപ്പർസോൺ ചർമ്മത്തെ ഒരുക്കുന്നു. അപ്രകാരം തുറന്ന സുഷിരങ്ങളിലൂടെ ലേപങ്ങൾ നന്നായി ചർമ്മത്തിൽ കടന്നു ചെന്ന് തുടർ പരിചരണങ്ങൾ കൂടുതൽ ഫലപ്രദവും പ്രയോജനകരവുമാക്കാൻ സഹായിക്കുന്നു. വേപ്പർസോൺ ഉപയോഗിച്ചുള്ള ഫേഷ്യലിന്റെ വിവിധ ഘട്ടങ്ങൾ. വേപ്പർസോൺ ഫേഷ്യലിന് 5 പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളത്. ഘട്ടം 1 ക്ലയന്റിനെ തയ്യാറാക്കുക. ഘട്ടം 2 ക്ലയന്റിന്റെ മുഖം വൃത്തിയാക്കുക. ഘട്ടം 3 വേപ്പർസോൺ ശരിയായ സ്ഥാനത്ത് സജ്ജീകരിക്കുക. ഘട്ടം 4 ക്ലയന്റിന്റെ മുഖം സ്റ്റീം ചെയ്യുക. ഘട്ടം 5 അഴുക്കുകൾ നീക്കി ചർമ്മം മൃദുവാക്കുക. ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വിശദമായി നോക്കാം. തുടക്കത്തിൽ തന്നെ ക്ലയന്റിനോട് ചർമ്മത്തിന് എന്തെങ്കിലും അലർജിയുണ്ടോ എന്നും ചർമ്മത്തിന്റെ സെൻസിറ്റിവിറ്റിയെക്കുറിച്ചും അവർക്ക് ചർമ്മത്തെ സംബന്ധിച്ച സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും ഫേഷ്യൽ ചെയ്യുന്നതിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുമെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. വേപ്പർസോൺ ഫേഷ്യലിനെക്കുറിച്ച് ക്ലയന്റുമായി സംസാരിക്കുക. അത് ചെയ്യുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ക്ലയന്റിന് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുകയും എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ തീർത്തു കൊടുക്കുകയും ചെയ്യുക. വേപ്പർസോൺ ഫേഷ്യൽ തുടങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയാണ് ക്ലയന്റ് സമ്മതം നൽകിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഫേഷ്യലിന് തടസ്സമാകുന്ന വിധത്തിലോ സ്റ്റീം തട്ടിയാൽ കേടുവരുന്നതോ ആയ കമ്മൽ, മാല, ബ്രേസ്ലെറ്റ് തുടങ്ങിയ ആഭരണങ്ങൾ അഴിച്ചുവെക്കുന്നതാണ് നല്ലതെന്ന് ക്ലയന്റിനെ ഉപദേശിക്കുക. ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ക്ലയന്റിന്റെ വസ്ത്രം സംരക്ഷിക്കുവാൻ ക്ലയന്റിന് ഒരു ഗൗൺ ധരിക്കാനായി കൊടുക്കുക. സുഖപ്രദമായ രീതിയിൽ കിടക്കാൻ ക്ലയന്റിന് നിർദ്ദേശം കൊടുക്കുക. ഫേഷ്യൽ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ കൈകൾ വൃത്തിയായി കഴുകി ഗ്ലൗസ് ധരിക്കുക. ക്ലയന്റിന് നീളമുള്ള മുടിയുണ്ടെങ്കിൽ അത് മുഖത്തു വീഴാതെ കെട്ടിവെക്കാൻ ഹെഡ് ബാൻഡോ ഹെയർ ടൈയോ കൊടുക്കുക. ക്ലയന്റ് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചർമ്മത്തിന് യോജിച്ച ക്ലെൻസിംഗ് മിൽക്കോ വീര്യം കുറഞ്ഞ മേക്കപ്പ് റിമൂവറോ ഉപയോഗിക്കുക.
ഒരു കോട്ടൺ പാഡിൽ മേക്കപ്പ് റിമൂവർ ഒഴിച്ച ശേഷം കണ്ണുകൾ, ചുണ്ടുകൾ തുടങ്ങി മുഖത്ത് മേക്കപ്പുള്ള ഭാഗങ്ങളിൽ നിന്നും സാവധാനം മേക്കപ്പ് തുടച്ചു കളയുക. ഒരു പ്രീ ക്ലെൻസിംഗ് ഉൽപ്പന്നം ഉപയോഗിച്ച് ക്ലയന്റിന്റെ മുഖം പ്രീ ക്ലെൻസ് ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചർമ്മത്തിനു മേലെയുള്ള അഴുക്ക്, എണ്ണമയം എന്നിവ നീക്കം ചെയ്യാം. വിരൽത്തുമ്പിൽ സ്വല്പം പ്രീ ക്ലെൻസർ എടുത്ത് ക്ലയന്റിന്റെ നനവില്ലാത്ത മുഖത്ത് മൃദുവായി വൃത്താകൃതിയിൽ മസാജ് ചെയ്യുക. ചെറു ചൂടുവെള്ളം കൊണ്ട് പ്രീ ക്ലെൻസർ കഴുകിക്കളഞ്ഞ ശേഷം ഡിസ്പോസബിൾ ടിഷ്യൂവോ വൃത്തിയുള്ള ടവലോ ഉപയോഗിച്ച് ഒപ്പി ചർമ്മം ഉണക്കുക. ക്ലയന്റിന്റെ ചർമ്മത്തിന് യോജിക്കുന്ന ഒരു വീര്യം കുറഞ്ഞ ക്ലെൻസർ തിരഞ്ഞെടുക്കുക. ക്ലയന്റിന്റെ ഈർപ്പമുള്ള മുഖത്ത് നെറ്റിയിൽ നിന്ന് തുടങ്ങി കഴുത്തുവരെ ക്ലെൻസർ പുരട്ടി മസാജ് ചെയ്ത് ചർമ്മം നന്നായി വൃത്തിയാക്കുക. ഇത് മൃദുവായി മുകളിലേക്ക് വൃത്താകൃതിയിൽ ചുറ്റുന്ന രീതിയിൽ വേണം ചെയ്യേണ്ടത്. ചെറുചൂടുള്ള വെള്ളം കൊണ്ട് ക്ലെൻസർ കഴുകിക്കളയുകയും സ്വല്പം പോലും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. വൃത്തിയുള്ള ടവലോ ഡിസ്പോസബിൾ ടിഷ്യൂവോ ഉപയോഗിച്ച് ചർമ്മം മൃദുവായി ഒപ്പി ഉണക്കുക. വേപ്പർ സോൺ സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഒരു സ്ഥാനത്ത് വെക്കുക. ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള കറണ്ട് പ്ലഗ് അടുത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശ്രദ്ധിക്കുക, തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളോ ദ്രാവകങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക. വേപ്പർ സോണിന്റെ ലെവൽ ക്ലയന്റ് കിടക്കുന്ന ലെവലിനനുസരിച്ച് ക്രമീകരിക്കുക. ക്ലയന്റിന്റെ മുഖത്ത് സുഖകരമായ വിധത്തിൽ സ്റ്റീം ചെല്ലുന്ന വിധത്തിൽ വേപ്പർ സോണിന്റെ നോസിൽ ക്രമീകരിക്കുക. വേപ്പർ സോണിൽ ഡിസ്റ്റിൽഡ് വാട്ടർ നിറയ്ക്കുക. വേപ്പർ സോൺ ഓൺ ചെയ്ത് ചൂട് വരുന്നുണ്ടോ എന്ന് നോക്കുക. നിർമ്മാതാക്കളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മാത്രം ഉപകരണം പ്രവർത്തിപ്പിക്കുക. ആവശ്യമുള്ള തീവ്രതയിൽ സ്റ്റീം ലഭിക്കുന്ന വിധത്തിൽ വേപ്പർ സോണിന്റെ സെറ്റിംഗ് ക്രമീകരിക്കുക. സ്വസ്ഥമായി കണ്ണടച്ച് കിടന്നുകൊള്ളാൻ ക്ലയന്റിന് നിർദ്ദേശം കൊടുക്കുക. ക്ലയന്റിന്റെ കണ്ണുകൾക്ക് മീതെ കോട്ടൺ പാടുകൾ വെക്കുക. സ്റ്റീമിന്റെ ചൂട് ക്ലയന്റിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ച് മുഖം സ്റ്റീം ചെയ്യുക. സാധാരണ ചർമ്മത്തിന് 8 മുതൽ 10 മിനിറ്റ് വരെ, എണ്ണമയമുള്ള ചർമ്മത്തിന് 12 മുതൽ 15 മിനിറ്റ് വരെ, സെൻസിറ്റീവായ അല്ലെങ്കിൽ വരണ്ട ചർമ്മത്തിന് 3 മുതൽ 5 മിനിറ്റ് വരെ, റൊസേഷ അഥവാ കൂപ്പറോസ് അതായത് ബ്രോക്കൺ കാപ്പിലറീസിന് 3 മുതൽ 5 മിനിറ്റ് വരെ. ഇടയ്ക്കിടയ്ക്ക് ചൂട് പരിശോധിക്കണം. മെഷീൻ ഓഫ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റീം ഔട്ട്ലെറ്റ് ക്ലയന്റിന്റെ സമീപത്തു നിന്നും മാറ്റി പ്രക്രിയ കഴിഞ്ഞ ഉടനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക. വേപ്പർ സോൺ ഫേഷ്യലിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നത് ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കാനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ്. ബാക്ടീരിയയുടെ സംക്രമം തടയാൻ നിങ്ങളുടെ കൈകളും ഉപകരണങ്ങളും വൃത്തിയായി കഴുകി അണുവിമുക്തമാക്കി എന്ന് ഉറപ്പുവരുത്തുക. കോട്ടൺ പാടോ ടിഷ്യൂവോ ഉപയോഗിച്ച് ഒരു കൈകൊണ്ട് അഴുക്കുകൾ നീക്കം ചെയ്ത സ്ഥലത്തിന് ചുറ്റും മൃദുവായി അമർത്തുക. അതേസമയം തന്നെ മറ്റേ കൈകൊണ്ട് ബ്ലാക്ക് ഹെഡ് റിമൂവർ ഉപയോഗിച്ച് വേണ്ടത്ര പ്രഷർ കൊടുത്ത് അമർത്തി നീക്കം ചെയ്യേണ്ട ബ്ലാക്ക് ഹെഡോ വൈറ്റ് ഹെഡോ പുറത്തെടുക്കുക. ചെറിയ തോതിൽ പ്രഷർ കൊടുത്തു വേണം ആരംഭിക്കാൻ. ആവശ്യമെങ്കിൽ മാത്രം അല്പാൽപമായി കൂടുതൽ അമർത്താം. ആവശ്യമില്ലാതെ പ്രഷർ കൊടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക. കാരണം അത് ചർമ്മത്തിന് ക്ഷതം വരുത്തിയേക്കാം. ഇപ്രകാരം ഓരോ തവണ നീക്കം ചെയ്തു കഴിയുമ്പോഴും ഒരു കോട്ടൺ പാടോ ടിഷ്യൂവോ ഉപയോഗിച്ച് പുറത്തെടുത്ത അഴുക്ക് തുടച്ചു കളയുക. ഓരോ തവണയും അഴുക്കുകൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് തുടച്ചു കളഞ്ഞതിനു ശേഷം പ്രവർത്തനം തുടരുക. ബ്ലാക്ക് ഹെഡ് നീക്കം ചെയ്ത ഉടനെ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കുവാനായി ഐസ് ക്യൂബ് ഉപയോഗിക്കുക. വൃത്തിയാക്കൽ പ്രക്രിയ കഴിഞ്ഞാൽ ചർമ്മത്തിന് സാന്ത്വനം കൊടുക്കാനും ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനും സൂത്തിങ് ടോണറോ ആന്റിസെപ്റ്റിക് സൊല്യൂഷനോ പുരട്ടുക. ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. വേപ്പർ സോണും അതിന്റെ പ്രവർത്തനങ്ങളും,
വേപ്പർ സോൺ ഫേഷ്യൽ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. വേപ്പർ സോൺ ഫേഷ്യലിന്റെ നടപടിക്രമങ്ങൾ. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.